അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാനൊരു റാഫെല്ലോ കേക്കാണ് കാണിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റും തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ബദാം എടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കേക്കിൻ്റെ ബാറ്ററിലേക്കും കുറച്ച് ക്രീമിലേക്കും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് പാൽപ്പൊടി, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കണില്ല. ഇതൊരു 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബദാമിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതിലിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. പൊടിച്ചെടുത്ത ബദാം പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒരു കടിക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒരു തവിയോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 ബൗൾ എടുത്തിട്ട് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. 2 ബൗളിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുമ്പ് ഞാൻ 2 കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇതും ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. ഇത് കുറേശ്ശെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 1 കപ്പ് പഞ്ചസാരയും കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് വാനില പൗഡറാണുള്ളത്. വാനില ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഇടരുത്, റാഫെല്ലോയുടെ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും മതി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഉണ്ടാക്കുന്ന പാത്രം ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 4-5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 40 to 45 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലും മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു കത്തിയോ സ്ക്യൂറോ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ വെന്തോന്ന് മനസ്സിലാക്കാം. ഈ കേക്കിനെ ഇനി ഒരു 3 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. ഇത് മെല്ലോ കമ്പനിയുടെ അതാണ് കേട്ടോ, മെല്ലോ വൈറ്റ് കോമ്പൗണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ടാണ് ഞാനിതിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽട്ടായി വരുമ്പോഴേക്കും വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും വിസ്കും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ ക്രീം പെട്ടെന്ന് സ്റ്റിഫായിട്ട് കിട്ടും. ഇവിടെ ഞാൻ ഈ ബൗളും വിസ്കും ഫ്രീസറിൽ 1 മണിക്കൂർ നേരം വെച്ചിട്ട് എടുത്തതാണ്. ഇവിടെ ഞാൻ വിക്ടോറിയയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇതൊരു 1.5 കപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നേരം കുറഞ്ഞ സ്പീഡിൽ ബീറ്റ് ചെയ്ത് ശേഷം സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നല്ലൊരു ക്രീമാണെന്നാണ് തോന്നുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റാഫെല്ലോയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി നേരത്തെ പൊടിച്ചു വെച്ച ബദാമിൽ നിന്നും 1 ടീസ്പൂൺ എടുത്ത് ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്രീമിന്.
ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം എടുത്ത് ഞാനിവിടെ വെച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ കേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കേക്ക് ഞാൻ 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ആയാലും മതി കേട്ടോ, ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആയാലും മതി. ചോക്ലേറ്റ് ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ക്രീം വെച്ചെടുക്കാം. ഞാനിവിടെ ക്രീം കുറച്ച് കനത്തിൽ വെച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്രീം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ബദാമും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബദാമിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. 3 ലെയറും ഈ രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ 3 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഈ സൈഡിൽ ക്രീം തേച്ച് ഈ നൈഫ് കൊണ്ടൊന്നിങ്ങനെ ക്ലിയർ ആക്കി എടുക്കുമ്പോൾ നൈഫിൽ പറ്റി പിടിക്കുന്ന ക്രീം ഒന്ന് ടിഷ്യൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് മാറ്റിക്കളയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കഴിവിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കോക്കനട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് റാഫെല്ലോ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, മിൽക്ക് മെയ്ഡ് ആയാലും മതി. ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കൈവെള്ളയിൽ വെച്ച് പരത്തി അതിനകത്ത് ഒരു ബദാമും കുറച്ച് ക്രീമും വെച്ച് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. വൈറ്റ് ചോക്ലേറ്റും ഒരുപാട് തേങ്ങയും അടങ്ങിയിട്ടുള്ള ഒരു കേക്കാണ് റാഫെല്ലോ കേക്ക്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. എല്ലാതും ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് ഈ റോൾ ചെയ്തതൊക്കെ അതിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഉണ്ടാക്കി വെച്ച റാഫെല്ലോ എടുത്ത് ഓരോന്നായി കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ റാഫെല്ലോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു റിബൺ എടുത്ത് കെട്ടുന്നുണ്ട്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി റാഫെല്ലോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.